മുരളീധരൻ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ വാലിയാർ സാറും തുളസി ചേട്ടനും ഹരിയൊക്കെ പറഞ്ഞത്. സിനിമയിൽ വന്നിട്ടുള്ള സഹപ്രവർത്തകരുടെ ഒരു അനുഭവങ്ങൾ എന്താണെന്നും കൂടെ നമുക്ക് കേൾക്കണ്ടേ? മുരളീധരനോടൊപ്പം വളയം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ച സുവർണ മാത്യു. താങ്ക് യു. വന്നതിന് വളരെ തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഓടി വന്നതെന്നറിയാം. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്നൊക്കെ സമയം ഉണ്ടാക്കി സുവർണ വന്നതാണ്. അത് ശരി. സാധാരണ ഈ പെൺകുട്ടികളൊക്കെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തുടക്കകാലത്തൊക്കെ നമുക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും സിനിമയിൽ നിന്ന്. കാരണം ചിലപ്പോൾ നമ്മൾ മോഹിച്ച റോള് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നല്ല റോളാണെന്ന് പറഞ്ഞ് വന്നിട്ട് നമുക്ക് തരുന്ന റോൾ വളരെ ചെറുതാവുക, അതല്ലെങ്കിൽ ഈ പരിചയക്കുറവ് കൊണ്ടുണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പലരും വഴക്ക് പറയുക, അല്ലേ? അങ്ങനെയൊക്കെ സഹപ്രവർത്തകരെന്നൊക്കെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും ഒരു താങ്ങായി നിന്നാൽ, ഒരു തണലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് കാലം ഓർക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം മുരളീചേട്ടൻ്റെ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ മുരളീചേട്ടൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. അതുപോലെ ഒരു പേടിയാണ് എനിക്ക് മുരളീചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ നായികയായിട്ട് ആദ്യം അഭിനയിച്ച വളയത്തിലെ നായകൻ എന്നുള്ള ഒരിതല്ല, എനിക്ക് മുരളീചേട്ടനെ മാത്രം കണ്ടാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ആ പടത്തിൽ ഇതുപോലെ എനിക്ക് അഭിനയം എന്ന് പറയുന്ന ഒരു സംഭവമേ എന്താണെന്നറിയില്ലായിരുന്നു. അപ്പം മുരളീചേട്ടൻ്റെ കൂടെ അഭിനയിക്കേണ്ടി വരുമ്പോൾ എനിക്ക് കൂടുതൽ നെർവസ് ആവും. കാരണം ഇത്രയും പ്രഗത്ഭനായ ഒരു നടൻ, ഞാൻ ഇത്രയും പൊട്ടത്തരങ്ങൾ ചെയ്യുക, അപ്പോൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക, എന്നെ വഴക്ക് പറയുമോ? അപ്പം എനിക്ക് ഡയറക്ടറെ അതുപോലെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഡയറക്ടർ നോക്കിയിട്ട് ഒന്നും പറയുന്നില്ല, വഴക്കും പറയുന്നില്ല, ഇടയ്ക്കൊക്കെ കൊള്ളാം എന്നൊന്നും ഒന്നും പറയുന്നില്ല. അത് അപ്പോൾ എനിക്ക് മുരളീചേട്ടനെയാണ് ഭയങ്കര പേടി. അപ്പം മനോജ് ചേട്ടൻ ഉണ്ടായിരുന്നില്ല അതിനകത്ത് വേറൊരു ക്യാരക്ടർ. അപ്പം മനോജ് ചേട്ടനെ ഒരു ഏജിൻ്റെ ഒരു ഇതുകൊണ്ടും പിന്നെ അറിയാം അതിനു മുമ്പ്, അതുകൊണ്ട് അത്ര ഒരു ഭയം തോന്നിയില്ല. മുരളീചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനോജ് ചേട്ടൻ വീട്ടിൽ വന്നിട്ട് മുരളീചേട്ടൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പെണ്ണാണ്, കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് മനോജ് ചേട്ടൻ്റെ ക്യാരക്ടറും ഞാനും തമ്മിൽ പ്രേമമാണെന്ന് മുരളീചേട്ടൻ്റെ ക്യാരക്ടറിന് അറിയില്ല. അപ്പോൾ വീട് ഫ്രണ്ടിൽ പൂട്ടിയിട്ടിരിക്കുക എന്ന് ഓർത്തിട്ട് പുറകുവശാലെ വരുമ്പം മനോജ് ചേട്ടൻ ഇറങ്ങി പോകുന്ന ഒരു സീൻ. അപ്പോഴാണ് മുരളീചേട്ടൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഒടുവിൽ സാറാണ്. അപ്പോൾ ആ സീനിലാണ് വന്നിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് അഭിനയിക്കാൻ കുറച്ച് നല്ല ഉണ്ടായിരുന്ന ഒരു സീനാണ്. അപ്പോൾ ആ സീനിൽ ഇതുപോലെ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് കൈയൊക്കെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് മുരളീചേട്ടൻ്റെ അടുത്തൊരു സീൻ പറയുന്നുണ്ട്. എനിക്ക് കരച്ചിലും വരുന്നില്ല, കാലൊക്കെ മുട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇടിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ മുട്ട ഇടിച്ചുകൊണ്ടായിരിക്കും എൻ്റെ വാക്കുകളൊക്കെ തെറ്റി കറക്റ്റായിട്ട് വന്നെന്ന് തോന്നുന്നു. ഷോട്ടിൽ ഒരു വൈബ്രേഷനൊക്കെ വന്ന് ആ സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ഈ കോട്ടയംകാർ പറയുന്നതാണോന്ന് അറിയത്തില്ല, ഞാൻ അത് പോണക്കെന്ന് പറയുമായിരുന്നു. അതുപോലെ എന്നുള്ളതിന് അത് പോണക്കെന്ന് പറയായിരുന്നു. അപ്പം ഞാനിതുപോലെ ആ ഡയലോഗ് ശ്രീധരേട്ടൻ എൻ്റെ ഏട്ടനെ പോലെ ഞാൻ കണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഡയലോഗ് അറിഞ്ഞു, ശ്രീധരേട്ടൻ. അപ്പം ഞാൻ പറയുന്നത് ശ്രീധരേട്ടൻ എൻ്റെ ഏട്ടനെ പോണക്ക എന്ന് പറഞ്ഞു. അവിടെ കട്ട് പറഞ്ഞത് ഇവരെല്ലാം അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അപ്പം ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എന്തിനാ എല്ലാവരും കൂടെ ചിരിക്കുന്നതെന്ന് പറഞ്ഞ് നാഗര വീണ്ടും ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റീഡ് ചെയ്യുന്നു, ഇവരെല്ലാം ഇരുന്ന് ചിരിക്കുകയാണ്. എനിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെയാണ് അപ്പം എൻ്റെ വിചാരം അതാണ് മലയാളം, അതാണ് കറക്റ്റ് എന്നാണ്. പിന്നെ മുരളീചേട്ടനാന്ന് പറഞ്ഞത് പോണക്കെന്നല്ല പറയുക, പോലെയാണ് എന്നാണ് പറയാറ്. ഞാൻ എൻ്റെ ഈ അഭിനയ ജീവിതത്തിൽ പ്രത്യേകം സിനിമയിൽ നമ്മുടെ ഒരുപാട് വലിയ നടന്മാർ പുതുതായിട്ട് വന്നിട്ട് അഭിനയിക്കുന്നവരെ കുറ്റപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ സത്യസന്ധമായിട്ട് ചെയ്ത കാര്യം ഒരു പക്ഷേ ചോദിച്ചാൽ എൻ്റെ എതിരെ നിന്ന് അഭിനയിക്കുന്ന ആളിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നോക്കാറില്ല. ഒരു താങ്ങായി നിൽക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കാരണം പണ്ടത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ആരി 2C ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കറന്ന് ശബ്ദം വരും. എൻ്റെ ആദ്യ സിനിമയെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ശബ്ദം ഇല്ലായിരുന്നെങ്കിൽ പണ്ടാരം. അത് ഈ മറ്റേ കുട്ടി ഉണ്ടായിരുന്നു, എന്താണ്, ബീന ഉണ്ടായിരുന്നു. അത് എപ്പോഴും അവർക്കൊരു താങ്ങ്, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം അത്രേ പറ്റൂ. ഞാൻ ആദ്യമായിട്ട് ഒരു ഫോട്ടോ എടുത്ത എൻ്റെ ഇപ്പോഴും ഫോട്ടോ ഉണ്ട്. വളയത്തിന്റെ സെറ്റിൽ വെച്ചിട്ട് മുരളീചേട്ടനും ഞാനും, പിന്നെ മുരളീചേട്ടനും ഞാനും സിബി സാറും കൂടെ എടുത്തു. തമിഴില് ജൂട്ടില് ഞാൻ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ കോമ്പിനേഷനിൽ കണ്ടുപോയി. നമ്മൾ ഒരേ പടം ചെയ്തു. അപ്പം ഞാനിങ്ങനെ പടം കണ്ടപ്പോഴാണ് ശരിക്കും ഞാനിങ്ങനെ അന്തം വിട്ടുപോയത്. അപ്പം ഞാനത് മുരളീചേട്ടനെ കാണാനൊന്നും എനിക്ക് ഭാഗ്യം കിട്ടിയില്ലോ. ഈ വളയം മാത്രമാണ് മുരളീചേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ളത്? ഇല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ആകാശദൂതിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, ഇവർ ഏറ്റവും ഇളയ കുട്ടിയെ ദത്തെടുക്കുന്ന ക്യാരക്ടറായിട്ട്. പിന്നെ ഒരു പടവും കൂടെ നമ്മൾ ചെയ്തു.
അറിയാം എനിക്ക്. അത് നമ്മുടെ പിന്നെ സൂര്യൻ കുനിശ്ശേരി ആ, പിന്നെ ഡയറക്ടർ കണ്ണാടിക്കടവ് എന്ന് പറഞ്ഞ അത് വന്നില്ല. ആ സമയത്തൊക്കെയാണ് ഞാൻ കുറച്ച് കാലം മുരളിച്ചേട്ടൻ്റെ മുഖത്ത് നോക്കി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന അവസ്ഥയിലെത്തി. അഭിനയത്തെ കുറച്ചുകൂടി സീരിയസ് ആയി കണ്ടു തുടങ്ങിയതിന് ശേഷം തുടങ്ങിയോണ്ട് കുറച്ചൊരു കോൺഫിഡൻസ് ആയി, ഒരു ഗുഡ് മോർണിംഗ് വരെ പറയാന്നുള്ളതായി. തമിഴ് എങ്ങനെ എപ്പടി പുരിയുമാപ്പോ തമിഴ് நல்ல നല്ല மாதிரி നല്ല പേസ്. வாசிக்க முடியுமா? വാസിക്ക് வாசிக்க முடியுமா? പഠിപ്പനെ. അപ്പോൾ ഏതായാലും വളരെ തിരക്കിട്ട ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്ന് സുവർണ്ണ വന്നതാണ്. അല്പസമയം കണ്ടെത്തി നമ്മളോടൊപ്പം പങ്കിടാൻ അല്ലേ, സമയം കണ്ടെത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ സാർ.